ഇറ്റലിയെ തോൽപ്പിച്ച് ലോകകപ്പിന് യോഗ്യത നേടി നോർവേ. 1-4 ഗോളുകൾക്കായിരുന്നു നോർവേയുടെ ജയം. എർലിംഗ് ഹാലൻഡ് നോർവേക്കായി ഇരട്ട ഗോൾ നേടി. ഇതോടെ ഇറ്റലി ഇനി പ്ലേ ഓഫ് കളിച്ച് ലോകകപ്പ് യോഗ്യത നേടാം. നേരത്തെ യോഗ്യത ഉറപ്പിച്ച ഫ്രാൻസ് 1-3 ഗോളുകൾക്ക് അസർബൈജാനെയും ഇംഗ്ലണ്ട് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അൽബേനിയയെയും തോൽപ്പിച്ചിരുന്നു. ഏഷ്യ കപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ വിവാദങ്ങൾ തുടർക്കഥയാകുന്നു. റൈസിംഗ് ഏഷ്യ കപ്പിലും ഹസ്തദാനം നൽകാതെ ഇന്ത്യ പാക് താരങ്ങൾ. ടോസ് സമയത്തും മത്സരശേഷവും താരങ്ങൾ കൈകൊടുത്തില്ല. ഏഷ്യ കപ്പിലും വനിതാ ഏകദിനത്തിലും ഇന്ത്യ പാക് താരങ്ങൾ ഹസ്തദാനം ചെയ്തിരുന്നില്ല. അതിനിടെ കാഴ്ചാപരിമിതിയുള്ളവരുടെ 2020 വനിതാ ലോകകപ്പിൽ ഇന്ത്യ പാക് താരങ്ങൾ പരസ്പരം കൈകൊടുത്തത് ശ്രദ്ധേയമായി. രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലകനായി വീണ്ടും ചുമതല ഏറ്റെടുത്ത് കുമാർ സംഗക്കാര. 2021 മുതൽ 2024 വരെ രാജസ്ഥാന്റെ പരിശീലകനായിരുന്നു സംഗക്കാര. 1 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് റോയൽസ് പരിശീലകനായി സംഗക്കാര എത്തുന്നത്. നേരത്തെ ലേലത്തിന് മുന്നോടിയായി ടീമിൽ താരങ്ങളെ നിലനിർത്താനുള്ള തീരുമാനവും സംഗക്കാരയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. സംഗക്കാരയ്ക്ക് രാജകീയ വരവേൽപ്പ് നൽകുന്ന വീഡിയോ രാജസ്ഥാൻ പങ്കുവച്ചു. ടെന്നീസ് സീസൺ അവസാനം കുറിക്കുന്ന ATP ഫൈനൽസിൽ യാനിക് സിന്നർ ചാമ്പ്യൻ. കാർലോസ് അൽക്കറാസിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചാണ് കിരീട നേട്ടം. സിന്നറിന്റെ തുടർച്ചയായ 2ാം കിരീടമാണിത്. സ്കോർ 7-6, 7-5. സിന്നർ ജയിച്ചെങ്കിലും വർഷാവസാനം 1ാം റാങ്കിൽ കാർലോസ് അൽക്കറാസ് തന്നെ തുടരും. കൊൽക്കത്ത ടെസ്റ്റിനിടെ പരിക്കേറ്റ ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗിൽ ആശുപത്രി വിട്ടു. 2ാം ടെസ്റ്റിൽ ഗില്ല് കളിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. താരത്തിന് വിശ്രമം ആവശ്യമാണെന്ന് ഡോക്ടർമാർ BCCIയെ അറിയിച്ചതായി റിപ്പോർട്ട്. 1ാം ടെസ്റ്റിൽ ബാറ്റിംഗിനിടെയാണ് ഗില്ലിന് പരിക്കേറ്റത്. 2ാം ഇന്നിംഗ്സിൽ ഗില്ല് ബാറ്റിംഗിനിറങ്ങാത്തത് തിരിച്ചടിയായിരുന്നു. കൊൽക്കത്ത ടെസ്റ്റിനിടെ വാതുവെപ്പിൽ ഏർപ്പെട്ട 3 പേരെ കൊൽക്കത്ത പോലീസിന്റെ ഡിറ്റക്റ്റീവ് ഡിപ്പാർട്ട്മെന്റും ആന്റി റൌഡി സ്ക്വാഡും ചേർന്ന് പിടികൂടി. അൽതാഫ് ഖാൻ, അങ്കുഷ് രാജ്, പിങ്കൽ പട്ടേൽ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മൂവരെയും അറസ്റ്റ് ചെയ്തത്. 3 പേരിൽ നിന്നും ബെറ്റിംഗ് ആപ്പുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. രാജ്യത്തുടനീളമുള്ള വാതുവെപ്പുകളിൽ മൂവരും പങ്കാളികളാണെന്ന് പോലീസ് വ്യക്തമാക്കി. മുഹമ്മദ് ഷമിക്കായി വീണ്ടും രംഗത്തെത്തി മുൻ ഇന്ത്യൻ നായകൻ സൗരവ് ഗാംഗുലി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കൊൽക്കത്ത ടെസ്റ്റിൽ ഇന്ത്യ തോൽവി അറിഞ്ഞതിന് പിന്നാലെയാണ് ഷമിയെ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി വീണ്ടും രംഗത്തെത്തിയത്. മുഹമ്മദ് ഷമി, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ് എന്നീ പേസർമാരിൽ പരിശീലകൻ ഗൗതം ഗംഭീർ വിശ്വാസം അർപ്പിക്കണമെന്നും ഷമിയെ തിരിച്ചു വിളിക്കണമെന്നും ഗാംഗുലി ആവശ്യപ്പെട്ടു. ഫിറ്റ്നസ് ഇല്ല എന്ന് പറഞ്ഞ് ഷമിയെ മാറ്റി നിർത്തുന്നത് ശരിയല്ലെന്നും രഞ്ജി ട്രോഫിയിൽ മികച്ച പ്രകടനമാണ് താരം നടത്തുന്നതെന്നും ഗാംഗുലി കൂട്ടിച്ചേർത്തു. AFC വനിതാ ചാമ്പ്യൻസ് ലീഗിൽ ഈസ്റ്റ് ബംഗാളിന് ജയത്തുടക്കം. ഇറാന്റെ ബാങ്ഖാത്തൂണിനെതിരെയാണ് ഈസ്റ്റ് ബംഗാൾ തോൽപ്പിച്ചത്. 1-3 ഗോളിനായിരുന്നു ഈസ്റ്റ് ബംഗാളിന്റെ ജയം. ക്വാർട്ടർ ഫൈനൽ ലക്ഷ്യമിടുന്ന ബംഗാളിന് ജയം കരുത്താകും. നിലവിലെ ചാമ്പ്യന്മാരായ ചൈനീസ് ക്ലബ്ബ് വുഹാനുമായാണ് ഈസ്റ്റ് ബംഗാളിന്റെ അടുത്ത മത്സരം.